ഹരി ഓം. 93-ാമത്തെ സ്തുതി, ഭക്തൻ്റെയും ഭക്തിയുടെയും മഹിമ. ഇത് ഭാഗവതത്തിൽ 11-ാം സ്കന്ധം 14-ാമത്തെ അധ്യായം 14 മുതൽ 30 വരെ ശ്ലോകങ്ങൾ. ഉദ്ധവർ ഭഗവാനോട് ചോദിച്ചു, ശ്രേയസ്സുള്ള വസ്തുക്കളെപ്പറ്റി വേദജ്ഞന്മാർ പറയുന്നതെല്ലാം പ്രാധാന്യം അർഹിക്കുന്നതാണോ, അല്ല അങ്ങ് പറഞ്ഞതുപോലെ സർവസംഗം വിട്ട ഭക്തിയോഗം തന്നെയല്ലേ ശ്രേഷ്ഠം? ഭഗവാൻ പറയുന്ന കേൾക്ക്. ശ്രീ ഭഗവാനുവാച, ന പാരമേഷ്ട്യം ന മഹേന്ദ്രദിഷ്ണ്യം ന സാർവഭൗമം ന രസാധിപത്യം ന യോഗസിദ്ധിരപുനർഭവം വാ മയ്യർപ്പിതാത്മേച്ഛതി മദ്വിനാന്യത് ന തഥാ മേ പ്രിയതമ ആത്മയോനിർന ശങ്കരഃ ന ച സംഘർഷണോ ന ശ്രേർനൈവാത്മാ ച യഥാ ഭവാൻ. നിരപേക്ഷം മുനിം ശാന്തം നിർവൈരം സമദർശനം അനുവ്രജാമ്യഹം നിത്യം പൂയേയേത്യംഘ്രിരേണുഭിഃ നിഷ്കിഞ്ചനാമയ്യനുരക്തചേതസ ശാന്താമഹാന്തോഖില ജീവവത്സലാഃ കാമൈരനാലബ്ധിയോ ജുഷന്തി യത് തന്നൈരപേക്ഷ്യം ന വിധുഃസുഖം മമ. ബാധ്യമാനോപി മദ്ഭക്തോ വിഷയൈരജിതേന്ദ്രിയഃ പ്രായപ്രഗൽഭയോ ഭക്ത്യാ വിഷയൈർനാഭിഭൂയത്തെ യഥാഗ്നിഃ സമൃദ്ധാർച്ചി കരോത്യേധാംസി ഭസ്മസാത് തഥാ മദ്വിഷയാ ഭക്തിരുദ്ധവൈനാംസി കൃഷ്ണശഃ. ന സാധയതി മാം യോഗോ ന സാഖ്യം ധർമ്മ ഉദ്ധവ ന സ്വാധ്യായസ്തപസ്ത്യാഗോ യഥാ ഭക്തിർമമൂർജിത. ഭക്ത്യാഹമേകയാ ഗ്രാഹ്യ ശ്രദ്ധയാത്മാ പ്രിയഃ സതാം ഭക്തി പുനാതിമന്യഷ്ടാ സ്വപാകാനപി സംഭവാത്. ധർമ്മസത്യദയോപേതോ വിദ്യാവാ തപസാന്വിത മദ്ഭക്ത്യോപേതമാത്മാനം ന സമ്യക് പ്രപുനാദിഃ. കഥം വിനാ രോമഹർഷം ദ്രവതാ ചേതസാ വിനാ വിനാനന്ദാശ്രുകലയാ ശുദ്ധേദ്ഭക്ത്യാ വിനാശയഃ. വാഗ്ഗദ്ഗദാ ദ്രവതേ യസ്യ ചിത്തം രുദത്യഭീഷ്ണം ഹസതി ക്വചിച്ച വിലജ്ജ ഉദ്ഗായതി നൃത്യതേ ച മദ്ഭക്തിയുക്തോ ഭുവനം പുനാതി. യഥാഗ്നിനാ ഹേമമലം ജഹാതി ധത്മാതം പുനഃസ്വം ഭജതേ ച രൂപം. ആത്മാ ച കർമാനുശയം വിധൂയ മദ്ഭക്തിയോഗേന ഭജത്യധോ മാം. യഥാ യഥാത്മാ പരിമൃജ്യത്തെ സോ മത്പുണ്യഗാഥാ ശ്രവണാഭിധാനൈഃ തഥാ തഥാ പശ്യതി വസ്തു സൂക്ഷ്മം ചക്ഷുർയഥൈവാഞ്ജനസംപ്രയുക്തം. വിഷയാൻ ധ്യായതശ്ചിത്തം വിഷയേഷു വിഷജ്ജത്തെ മമാനുസ്മരതശ്ചിത്തം മയ്യേവ പ്രവിലീയത്തെ. തസ്മാദസവിധ്യാനം യഥാ സ്വപ്നമനോരഥം ഹിത്വാ മയി സമാധൽസ്വ മനോ മദ്ഭാവഭാവിതം. സ്ത്രീണാം സ്ത്രീസംഗിനാം സംഗം ത്യക്ത്വാ ദൂരത ആത്മവാൻ ക്ഷേമേ വിവിക്താസീന ചിന്തയേന്മാമതന്ത്രിതഃ. ന തഥാസ്യ ഭവേത് ക്ലേശോ ബന്ധാശ്ചാന്യപ്രസംഗതഃ യോഷിത് സംഗാത് യഥാ പുംസോ യഥാ സത്സംഗി സംഗതഃ. ഭഗവാൻ പറഞ്ഞു, വേദങ്ങൾ പ്രളയത്താൽ നഷ്ടമായി. ലോകസൃഷ്ടി ആരംഭത്തിൽ അത് ഞാൻ ചതുർമുഖന് പറഞ്ഞുകൊടുത്തു. എന്നിൽ ചിത്തം ഉറപ്പിക്കേണ്ട മുഖ്യധർമ്മം അതിൽ അടങ്ങിയിരിക്കുന്നു. ബ്രഹ്മാവ് അത് മനുവിനുപദേശിച്ചു. ഭൃഗു തൊട്ടുള്ള സപ്തർഷികൾ അത് പഠിച്ചു. പ്രജാപതികളിൽ നിന്ന് വേദോക്തങ്ങളെ അവരുടെ പുത്രന്മാരും മർത്യരും സിദ്ധന്മാരാദിയായവരും പഠിച്ചു. ത്രിഗുണത്തിൽ നിന്നുണ്ടാകുന്ന സ്വഭാവങ്ങൾ വിവിധങ്ങളാണ്. അതുപോലെ ബുദ്ധിഭേദം പോലെ
വേദാർത്ഥത്തെയും പല വിധത്തിൽ വ്യാഖ്യാനിക്കുന്നു. ഇത്തരത്തിലുള്ള ഭിന്നമായ വാസന മൂലം മനുഷ്യബുദ്ധിയും ഭിന്നമാകുന്നതുപോലെ സ്വ അഭിപ്രായം പോലെ ശ്രേയസ്സും പല വിധത്തിലാണെന്ന് വിശ്വസിക്കുന്നു. അതിനാൽ ദുഃഖഹേതുക്കളായ വൃത്തികളെല്ലാം ഉപേക്ഷിച്ച് എന്നിൽ തന്നെ മനസ്സുറപ്പിക്കുന്ന ഭക്തന് ആനന്ദം മാത്രമല്ലാതെ ദുഃഖമുണ്ടാവില്ല. ശാന്തനായി നിർവൈരനായ എൻ്റെ ഭക്തനെ ഞാൻ അനുഗമിക്കുന്നു. അവൻ്റെ പാദരേണുക്കൾ ലോകത്തെ ശുദ്ധമാക്കുന്നു. ഭക്തൻ വിഷയാസക്തനായാലും ഭക്തി വർദ്ധിക്കുമ്പോൾ ആസക്തി നശിക്കും. എന്നിലുള്ള ഭക്തി ചേരാത്ത തപമോ വിദ്യയോ ധർമ്മമോ ചിത്തശുദ്ധി വരുത്തുന്നില്ല. ആത്മാവ് കർമ്മവാസനകൾ നശിച്ച് എന്നോട് ചേരുന്നു. ഉദ്ധവ, എന്നിൽ വളർന്ന ഭക്തി ഏതു വിധത്തിൽ എന്നെ വശീകരിക്കുമോ അപ്രകാരം അഷ്ടാംഗയോഗമോ ജ്ഞാനയോഗമോ ധർമ്മമോ സ്വാധ്യായമോ തപസ്സോ സന്യാസമോ ഒന്നും തന്നെ എന്നെ വശീകരിക്കുകയില്ല. ഭക്തൻ്റെ നാമസങ്കീർത്തനാദികളുടെ ശബ്ദം അന്തരീക്ഷത്തിലെ മാലിന്യം അകറ്റുന്നു. ഒരു കുടുംബത്തിൽ ഒരു ഭക്തൻ ജീവിച്ചാൽ ആ കുടുംബം പരിശുദ്ധമാവും. ഒരു ഗ്രാമത്തിനെ ആകെ ശുദ്ധീകരിക്കാൻ ഒരു ഭക്ത കുടുംബത്തിന് കഴിയും. ഇങ്ങനെയാണ് ഭക്തൻ ലോകത്തെ ശുദ്ധീകരിക്കുന്നത്. ഭഗവത് ഭജനത്തിൻ്റെ ആനന്ദമല്ലാതെ മറ്റൊന്നും ഭക്തന് ആവശ്യമില്ല. എന്നിൽ ആത്മസമർപ്പണം ചെയ്ത പരമഭക്തൻ എന്നെ വിട്ട് ചക്രവർത്തി സ്ഥാനമോ രസാതലാദി ലോകങ്ങളുടെ ആധിപത്യമോ ബ്രഹ്മലോകമോ യോഗസിദ്ധികളോ മുക്തി പോലും ആഗ്രഹിക്കുകയില്ല. അങ്ങനെയുള്ള ഭക്തൻ എല്ലാറ്റിനേക്കാളും എനിക്ക് പ്രിയപ്പെട്ടവനാണ്. അതിനാൽ സ്ത്രീ സംസർഗം ഉപേക്ഷിച്ച് ഏകാന്ത സ്ഥലത്തിരുന്ന് എന്നെ ധ്യാനിക്കണം. അപ്പോൾ ഉദ്ധവർ പറഞ്ഞു, ഭഗവാനെ ഏത് രൂപത്തിൽ അങ്ങയെ ധ്യാനിക്കണം? ധ്യാനയോഗം എനിക്ക് പറഞ്ഞു തരണം. ഭഗവാൻ പറഞ്ഞു, 8 ദളങ്ങളോടു കൂടിയ താമരപ്പൂ പോലെയുള്ള ഹൃദയത്തിൽ സൂര്യൻ, ചന്ദ്രൻ, അഗ്നി എന്നീ തേജസ്സുകളെ വിന്യസിക്കണം. ധ്യാനം തുടങ്ങുന്നതിന് മുമ്പ് ഭഗവാന്റെ ദിവ്യരൂപം ധ്യാനിക്കണം. സുന്ദരങ്ങളായ 4 ദീർഘബാഹുക്കളോട് കൂടിയതും സുന്ദരമായ കണ്ഠവും ഇന്ദ്രനീല ശോഭയുള്ള കപോലം, നിർമ്മല മന്ദഹാസവും കർണങ്ങളിൽ മകരകുണ്ടലങ്ങൾ ധരിച്ചതും പീതാംബരാലങ്കൃതവും നീലമേഘശ്യാമളവും ശ്രീവത്സം, ലക്ഷ്മി എന്നിവയുടെ ഇരിപ്പിടവുമായ എൻ്റെ രൂപം ധ്യാനിക്കുക. ശംഖ്, ചക്രം, ഗദ, പത്മം എന്നിവയോടുകൂടിയ തൃക്കൈകളും വനമാലയാൽ അലങ്കൃതവും ചിലമ്പുകളോടുകൂടിയ പാദപത്മവും കൗസ്തുഭരത്നപ്രഭയോടുകൂടിയതും കിരീടം, വളകൾ, അരഞ്ഞാൺ, തോൾവളകൾ എന്നിവ ധരിച്ച് പ്രസന്നസുന്ദരമായ മുഖവും ആർദ്രമായ കണ്ണുകളോടുകൂടിയതുമായ എൻ്റെ രൂപം ധ്യാനിക്കുക. അതിനുശേഷം ആ മനോഹരമായ മുഖത്തെ ഏകാഗ്രതയോടെ ധ്യാനിക്കണം. എൻ്റെ ഭക്തൻ എന്നെ അവിടെ സർവാത്മാവായി കാണുന്നു. ഇങ്ങനെയുള്ള തീവ്ര ധ്യാനത്താൽ മനസ്സിനെ കൈവല്യപദത്തോട് യോജിപ്പിക്കുന്ന യോഗി മാനസഭ്രമം വിട്ട് നിർവാണം പ്രാപിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ.